والسلام على أشرف رسول الله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. صدق الله العظيم. ബഹുമാന്യരായ സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിന്റെ നാനാതുറകളിൽ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ അന്ത്യദൂതൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുചര്യകളും ജീവിതക്രമങ്ങളും പാലിച്ചുകൊണ്ട് ജീവിതത്തെ അർത്ഥപൂർണമാക്കി തീർക്കുവാൻ, അതിലൂടെ അള്ളാഹുവിന്റെ പ്രീതിയും പരലോക വിജയവും നേടിയെടുക്കാൻ നിരന്തരമായി ശ്രമിക്കണമെന്ന് ഞാൻ എന്നോടും എൻ്റെ സഹോദരങ്ങളോടും ആത്മാർത്ഥമായി ഉപദേശിക്കുകയാണ്. കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നല്ലത് മാത്രം പിൻപറ്റുകയും ചെയ്യുന്ന, ചിന്തിക്കുന്ന സന്മാർഗദർശികളായ സജ്ജനങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാണ്. സഹോദരന്മാരെ, പരിശുദ്ധമായ മുഹറം മാസം ആഗതമായിരിക്കും. മുഹറത്തിന് ഒരുപാട് ചരിത്രപരമായ പ്രത്യേകതകളുണ്ട്. മുഹറം നമ്മൾ എല്ലാ വർഷവും ആവർത്തിച്ച് അയവിറക്കുന്നത് പോലെ നമുക്കറിയുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. എങ്കിലും ചുരുക്കത്തിൽ നമ്മളതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇസ്ലാമിക ഹിജ്റ കലണ്ടറിൽ ഒരു പുതുവർഷത്തിന്റെ പിറവിയാണ്. ഒരു പുതുവർഷത്തിന്റെ പിറവി അത് ഇംഗ്ലീഷ് കലണ്ടറിൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിന് വ്യർത്ഥമായ പലതരത്തിലുള്ള ആചാരങ്ങളും ആഘോഷ പരിപാടികളും ഒക്കെ വെക്കാറുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുവർഷം അതിനെ വരവേൽക്കുമ്പോൾ അതൊരു വിചാരണയുടെ, ആത്മവിചാരണയുടെ, ആത്മപരിശോധനയുടെ ഒരു സന്ദർഭമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സമയങ്ങൾ കണക്കാക്കപ്പെടുന്നത് ചന്ദ്രവർഷം അനുസരിച്ചാണ്. ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ കണക്ക് നോക്കേണ്ട സന്ദർഭമാണ്. ഞാൻ എവിടെ എത്തി നിൽക്കുന്നു, എങ്ങോട്ട് പോകുന്നു, ഇനി എത്ര കാലം ഉണ്ടാവും, എന്റെ ലക്ഷ്യം എന്താണ്, എന്റെ ലക്ഷ്യസ്ഥാനം ഏതാണ്, ഞാൻ അവിടേക്കുള്ള യാത്രയിൽ എന്റെ ലക്ഷ്യത്തിൽ ഞാൻ എത്തുമോ, ഞാൻ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെയ്യേണ്ടിയിരുന്നത് എന്തൊക്കെയാണ് എന്ന അർത്ഥത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചതുപോലെ ഹാസിബു ഖബല അൻ തുഹാസബു, വിചാരണ വന്നെത്തും മുമ്പേ നിങ്ങൾ സ്വയം വിചാരണ നടത്തുക എന്ന്. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിചാരണ ചെയ്യാൻ അതിലൂടെ സാധിക്കണം. ഹിജ്റ എന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ സുപ്രധാനമായ ഒരു വഴിത്തിരിവാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇസ്ലാമിക സമൂഹത്തെ പറിച്ചു മാറ്റി നട്ട, അതിനെ മദീനയിൽ നട്ട് വളർത്തി വെള്ളം കോരി പുഷ്പിച്ച് ഫലങ്ങളുണ്ടായി ജനങ്ങൾക്ക് പറിച്ചു കൊടുത്ത് ഒടുവിൽ മക്കയിലേക്ക് ആ കൃഷിയെ
വ്യാപിപ്പിച്ച് ഒരു വലിയ ഇസ്ലാമിക സാമ്രാജ്യം പണിത് ലോകത്തിന് മാതൃക സൃഷ്ടിക്കുകയും പിന്നീട് ഭൂഖണ്ഡങ്ങൾ താണ്ടി ലോകത്തിന്റെ നാനാ അഷ്ടദിക്കുകളിലേക്ക് കടന്നു പോവുകയും ലോകത്തെ ഇന്ന് അവഗണിക്കാനാവാത്ത നന്മയുടെ ഒരു ഇച്ഛാശക്തിയായി ലോകത്ത് നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സമൂഹമാണ് ഇസ്ലാമിക സമൂഹം. ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും നിലവിലുള്ള പ്രതികൂലമായ സാഹചര്യത്തെ, ശത്രുക്കൾ സൃഷ്ടിച്ച പ്രതിസന്ധിയെ അതിജീവിക്കാൻ വേണ്ടി സ്വന്തം നാടും വീടും കുടുംബവും എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് ശൂന്യഹസ്തരായി വെറും കൈയോടെ മദീനയിലേക്ക് പോവുകയും അവിടെയുള്ളവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരന്മാരായി പ്രഖ്യാപിച്ച് അവരോടൊപ്പം ലയിച്ചു ചേർത്തപ്പോൾ അവരോടൊപ്പം നിന്ന് ജീവിതം ഒന്നേന്ന് ആദ്യമായി അവിടെ നട്ടുപിടിപ്പിക്കുകയും ചെയ്ത അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹിജ്റ മനുഷ്യ മനസ്സുകളിൽ, പ്രത്യേകിച്ച് സഹാബാക്കളുടെ മനസ്സുകളിൽ വലിയ ഈമാനികമായ ആഘാതമുണ്ടാക്കിയ ഒരു സന്ദർഭമാണ്. അപ്പൊ നന്മയ്ക്ക് വേണ്ടി, ഇസ്ലാമിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടപ്പെട്ടതെന്തും ത്യജിക്കാനുള്ള ഒരു മനോഭാവമാണ് ഹിജ്റ ഒരു സത്യവിശ്വാസിയിൽ സന്നിവേശിപ്പിക്കുന്നത്. അത് നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ജനിച്ച നാട്ടിൽ ജീവിക്കാനാവാതെ, മതം ഇഷ്ടമുള്ള മതമനുസരിച്ച് ജീവിക്കാനാവാതെ, അതേപോലെ തന്നെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കാനാവാതെ, ദീനിനെ പ്രചരിപ്പിക്കാനാവാതെ, അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാതെ, സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതെ, ഭക്ഷണ സ്വാതന്ത്ര്യമില്ലാതെ കഴിഞ്ഞ ഒരു സമൂഹം നിവൃത്തിയില്ലാതെ മക്കയിൽ നിന്ന് നാട് വിട്ട് മദീനയിലേക്ക് പോയതാണ്. അപ്പൊ അവിടെ ആദർശത്തെ ഉറപ്പിക്കുകയും പിന്നീട് ആ നാട്ടിലേക്ക് തിരിച്ചു വരികയും ആ നാടിനെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത ചരിത്രമാണ് പിന്നീട് ഉണ്ടായിത്തീർന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് നമ്മുടെ ആദർശത്തെ സംരക്ഷിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും സംസ്ഥാപിക്കുന്നതിനും ഒക്കെ വേണ്ടി നമുക്ക് നമ്മുടെ എന്തും ത്യജിക്കാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടോ എന്നാണ് നമ്മൾ ഇതിലൂടെ പരിശോധിക്കേണ്ടത്. അതാണ് ഒന്നാമത് നമുക്ക് അവിടെ ഉണ്ടാവേണ്ടത്. അതേപോലെ മുഹറം മാസം നമ്മളോട് ആവശ്യപ്പെടുന്നത് മുഹറം 10-ന്റെ നോമ്പ്, അതോടൊപ്പം 9-ന്റെ നോമ്പ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു ചര്യയാക്കി നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. സുന്നത്താണ്, വളരെ പ്രധാനപ്പെട്ട നോമ്പാണ്. എന്താണ് അതിന്റെ പിന്നിലുള്ള ചേതോവികാരം നമുക്കറിയും. അത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനെതിരെ പ്രവർത്തിച്ചതിന്റെ പേരിൽ, ഇസ്ലാമിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രബോധനം ചെയ്തതിന്റെ പേരിൽ മൂസാ നബി അലൈഹിസ്സലാമിനെയും അവിടെയുള്ള അദ്ദേഹത്തിന്റെ അനുയായികളെയും ബനൂ ഇസ്രായേലികളെയും നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അങ്ങനെ ഭീകരമായ നിലയിൽ അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും നാട് വിട്ടു പോവുകയും ചെയ്ത ഒരു സംഭവമാണ്. ഒടുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൈലിന്റെ ഓണങ്ങളിൽ ഫിർഔനെ മുക്കി കൊന്നുകളഞ്ഞ സംഭവമാണ്. ആ അനുസ്മരണം, അല്ലാഹുവിനോടുള്ള നന്ദി സൂചകമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നോമ്പ് അനുഷ്ഠിക്കാൻ നമ്മളോട് പറഞ്ഞു. ഇവിടെ ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാട് വിട്ടു പോയതും മൂസാ നബി അലൈഹിസ്സലാം നാട് വിട്ടു പോകുന്നതും അവിടുത്തെ ശത്രുക്കൾ പരാജയപ്പെടുന്നതും അതിന് ത്യാഗം അനുഭവിക്കുന്നതുമായ ഒരു അനുഭവമാണ് ഈ രണ്ട് ചരിത്രത്തിലും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ നമ്മൾ ജനിച്ച മനുഷ്യരുടെ സ്വാതന്ത്ര്യം, ഒരു നാട്ടിൽ ജനിക്കുമ്പോൾ സ്വാതന്ത്ര്യം എന്നത് ജന്മദത്തമാണ്, ദൈവദത്തമാണ്. അത് പടച്ചവൻ മനുഷ്യന് നൽകുന്ന ജന്മാവകാശമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ബർത്ത് റൈറ്റ്സ് ആണ്. ജനിക്കുന്ന മനുഷ്യന് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയണം. ഇസ്ലാമിന്റെ സങ്കല്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ കുഞ്ഞും ജനിക്കുന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ്. മാതാപിതാക്കളാണ് അവനെ ജൂതനും ക്രിസ്ത്യാനിയും അല്ലെങ്കിൽ മജൂസിയും ഒക്കെ ആക്കി വ്യത്യസ്തമായ തരത്തിലുള്ള അടിമത്തങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ്. അപ്പൊ ആ അർത്ഥത്തിൽ മനുഷ്യൻ ഇവിടെ സ്വതന്ത്രനായിട്ടാണ് ജനിക്കുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരു പരാതി വന്നു. അവിടെ ഒരു സഹാബി, അദ്ദേഹം മറ്റൊരു ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ യബ്ന സൗദാ എന്ന് വിളിച്ചു, കറുത്തവന്റെ പുത്ര എന്ന്.
എടാ കറുമ്പ എന്ന് വിളിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. സ്വതന്ത്ര പരമാധികാര പുരോഗമന ജനാധിപത്യ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അന്ന് അത് പ്രാകൃതമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പഠിപ്പിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നകംറഉ ഫീക ജാഹിലിയ, ഇപ്പോഴും നിന്നിൽ ജാഹിലിയത്തുണ്ടല്ലോ എന്നാണ് ചോദിച്ചത്. മറ്റൊരു സഹാബി, അദ്ദേഹത്തിന്റെ മകൻ മറ്റൊരാളുമായിട്ട്, ഒരു കിബിത്തിയുമായിട്ട് കുതിരയോട്ട മത്സരം നടത്തി. അതില് ഈ സഹാബിയുടെ മകൻ, ഹിംസയിലെ ഗവർണറായിരുന്ന സഹാബിയുടെ മകൻ അത് തോറ്റുപോയതിന്റെ വൈരാഗ്യത്തിൽ മറ്റവനെ അടിച്ചു, കിബിത്തിയുടെ മകനെ അടിച്ചു. അവസാനം രണ്ടുപേരെയും കൊണ്ടുവന്ന് ഹാജരാക്കി പരാതി പറഞ്ഞു. കിബിത്തിയായ പയ്യന്റെ പിതാവ് വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പരാതി പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു രണ്ടു കൂട്ടരെയും വിളിച്ചു, ഹിംസിലെ ഗവർണറായ സഹാബിയെയും അതേപോലെ തന്നെ മറ്റേ സഹാബിയെയും സഹാബിയുടെ മകനെയും അതേപോലെ ഈ കിബിത്തിയുടെ പുത്രനെയും ഒക്കെ വിളിച്ചിട്ട് വിചാരണ ചെയ്തു. എന്നിട്ട് വടി കൊടുത്തിട്ട് പറഞ്ഞു, കിബിത്തിയെ അടിക്കാൻ പറഞ്ഞു. കിബിത്തിയുടെ മകന് വടി കൊടുത്തിട്ട് പറഞ്ഞു, സഹാബിയുടെ ഹിംസയിലെ ഗവർണറുടെ മകനെ അടിക്കാൻ പറയുകയാണ്. അങ്ങനെ അടിച്ചു കഴിഞ്ഞപ്പോ ചോദിച്ചത് എന്താണ്? മത്തസ്തഅബത്തും ഉന്നാസ്. ഗവർണറോട് സഹാബിയായ തന്റെ സുഹൃത്തായ സഹാബിയോട് ചോദിക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു, നീ എപ്പോഴാണ് താങ്കൾ ജനങ്ങളെ അടിമകളാക്കാൻ തുടങ്ങിയത്? വലദത്തുഹും ഉമ്മഹാത്തുഹും അഹ്റാറ, ഉമ്മമാർ അവരെ സ്വതന്ത്രരായിട്ടാണല്ലോ പ്രസവിച്ചത് എന്നാണ്. ഹുരിയത്ത് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ്. അഹ്റാർ, സ്വതന്ത്രന്മാരായിട്ടാണ് ഇവിടെ ഉമ്മമാര് പ്രസവിക്കുന്നത്, ആരുടെയും അടിമയായിട്ടല്ല. അപ്പൊ സഹോദരന്മാരെ, സ്വാതന്ത്ര്യം എന്നത് അത് ദൈവദത്തമാണ്. പടച്ചവൻ എല്ലാവർക്കും കൊടുത്തിട്ടുള്ളതാണ്. ഏതൊരു സംഗതിക്കും അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്. ഒരു ഉറുമ്പെഴഞ്ഞു പോവുകയാണ്. ഉറുമ്പെഴഞ്ഞു പോകുമ്പോ അതിന്റെ മുന്നിൽ വിരൽ വെക്കുകയോ കാല് വെക്കുകയോ തടസ്സം സൃഷ്ടിക്കുകയോ ചെയ്താൽ അതതിന് സ്വാതന്ത്ര്യ നിഷേധമായിട്ട് അനുഭവപ്പെടും. അത് മുകളിലൂടെയോ അല്ലെങ്കിൽ വളഞ്ഞോ അത് മുമ്പോട്ട് പോകും. ഒരു ചെടി വളർന്നു വരികയാണ്, അതിന്റെ മുകളിൽ ഒരു പന്തല് കെട്ടിയാൽ ആ ചെടി അവിടെ നിന്നും വളഞ്ഞ് പന്തലില്ലാത്ത സൂര്യപ്രകാശമുള്ള വഴിയിലൂടെ അത് ഉയർന്നു പോകാൻ വേണ്ടി ശ്രമിക്കും. സ്വാതന്ത്ര്യം എന്നത് എല്ലാവർക്കും ജന്മാവകാശമാണ്, എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അതിന് വളരാനും ജനിക്കാനും വളരാനും ഉയരാനും അതിൻ്റെതായ വളർച്ചയുടെ പൂർണ്ണത പ്രകടിപ്പിക്കാനും ആവിഷ്കരിക്കാനും സാധിക്കണം. മനുഷ്യനാകുമ്പോ ആ മനുഷ്യൻ അവന് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ആശയങ്ങൾ പ്രചരിപ്പിക്കാനും മനുഷ്യോപദ്രവകരമാകാത്തിടത്തോളം അവന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവന്റെ അഭിപ്രായങ്ങളും എല്ലാം വെച്ചു പുലർത്താനും ഇഷ്ടമുള്ളത് ഭക്ഷിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ആരാധനാലയങ്ങൾ കെട്ടിയുയർത്താനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. ആ സ്വാതന്ത്ര്യത്തെ തടഞ്ഞു വെച്ച ഫിർഔനെതിരെയുള്ള വിജയമാണ് മുഹറം 10 ആഘോഷിക്കപ്പെടുന്നത്. ആ സ്വാതന്ത്ര്യത്തെ തടഞ്ഞു വെച്ച അബൂജഹൽ, അബൂലഹബ്, ഉത്ബത്ത്, ശൈബത്ത്, ഖുറൈശി വരേണ്യ വർഗത്തിന്റെ സവർണ വർഗത്തിന്റെ ആ ആധിപത്യത്തിനും ഏകാധിപത്യത്തിനുമെതിരെയുള്ള ആ ഒരു അനുസ്മരണമാണ്, അതിന്റെ അതിജീവനത്തിന്റെ കഥയുടെ തുടക്കമാണ് ഹിജ്റയിലൂടെ നമ്മൾ ഓർമ്മിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തിന് നമ്മളോട് ഇതൊക്കെ അനുസ്മരിക്കാൻ? ഇത് ഹിജ്റ എന്നത് നിങ്ങളുടെ ഹിജ്റ കലണ്ടർ, ഹിജ്റയെ അടിസ്ഥാനമാക്കുമ്പോ നിങ്ങൾ കാലങ്ങൾ കടന്നു പോകേണ്ടത് നിങ്ങളെ അടിമപ്പെടുത്തുന്ന, നിങ്ങളെ തടഞ്ഞു വെക്കുന്ന, മാർഗതടസ്സം സൃഷ്ടിക്കുന്ന പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തിലൂടെയാണ് മുമ്പോട്ട് പോകേണ്ടത് എന്ന പാഠമാണ് നമുക്കതിലുണ്ടായിത്തീരുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മൾ ജീവിക്കുന്ന പരിസരത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് ഒരുപാട് അധിനിവേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഈ പുതിയ കാലത്ത് സൈനികമായ അധിനിവേശം, സാമ്പത്തികമായ അധിനിവേശം, സാംസ്കാരികമായ അധിനിവേശം, ആദർശപരമായ അധിനിവേശം, ഇതെല്ലാം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. സൈനികമായ അധിനിവേശമാണ് ലോകത്തെ മുസ്ലിം സമൂഹത്തെ മുഴുവൻ ഭീകരവാദികളും തീവ്രവാദികളുമായിട്ട് ചിത്രീകരിക്കുകയും അവർക്കെതിരിൽ ആഗോളതലത്തിൽ അമേരിക്കൻ സയനിസ്റ്റ്, ഫാഷിസ്റ്റ് അച്ചുതണ്ടുകളുടെ കൂട്ടുകെട്ടുകൾ
പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് മുസ്ലിങ്ങളെ ശത്രുക്കളായി കണ്ടുകൊണ്ട് വംശീയമായി ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. മുസ്ലിം സ്വതന്ത്രമായ മുസ്ലിം സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് മനുഷ്യാവകാശത്തിന്റെ പേര് പറഞ്ഞ് കണ്ട രാജ്യങ്ങളിലെല്ലാം തന്നെ അമേരിക്കയുടെ സൈന്യങ്ങൾ കിടക്കുകയാണ്. എന്തിനാണ്? അമേരിക്ക എന്തുണ്ടാക്കാൻ പോവുകയാണ് ലോകത്ത്? ഈ അറബ് രാജ്യങ്ങളിലൊക്കെ അവരുടെ സൈന്യങ്ങൾ കിടക്കുകയാണ്. എന്തിനാണ് ഇത്? അപ്പൊ ആ അർത്ഥത്തിൽ മുസ്ലിങ്ങളെ സൈനികമായി അടിച്ചമർത്താനുള്ള ശ്രമങ്ങളാണ്, മുസ്ലിങ്ങളെ സൈനികമായി നശിപ്പിക്കാനുള്ള ശ്രമമാണ്. അതേപോലെ ആണവവൽക്കരിച്ചുകൊണ്ട് അവരെ ലോകത്തെ നശിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആകെ പിടിച്ചു നിൽക്കാൻ അവരുടെ ആദർശം വേറെയാണെങ്കിലും മുസ്ലിം രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ കരുത്ത് കാണിച്ചത്, ആണവായുധം കയ്യിൽ വെച്ചുകൊണ്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചത് ഇറാൻ മാത്രമാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ഇതിനെ അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ, സൈനികമായ അധിനിവേശങ്ങൾ നടത്തുമ്പോൾ അതിനെ അതിജീവിക്കാൻ രാഷ്ട്രങ്ങൾ എന്ന നിലയിൽ അതിനുള്ള കരുത്ത് കാട്ടണം. അത് മുസ്ലിങ്ങളുടെ ബാധ്യതയാണ്. അത് ചരിത്രപരമായി നമ്മെ ഉത്തേജിപ്പിക്കുന്നു ഇസ്ലാമിക ചരിത്രം. അതേപോലെ തന്നെയാണ് നമ്മുടെ രാജ്യങ്ങളിലേക്ക് സാമ്പത്തികമായ അധിനിവേശങ്ങൾ നടന്നിട്ടുണ്ട്, കോളനിവൽക്കരണങ്ങൾ. അത്തരത്തിലുള്ള സാമ്പത്തികമായ അധിനിവേശങ്ങൾ ഇന്ന് പല രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് നടക്കുന്നത് കുത്തകവൽക്കരണത്തിന്റെ പേരിൽ ഓരോരോ സംഘങ്ങള്, സാമ്രാജ്യത്വം, അമേരിക്കൻ സാമ്രാജ്യത്വം ഒക്കെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ലോകത്തെ മുഴുവനും സാമ്പത്തികമായി കൈവശപ്പെടുത്താൻ, കുത്തകവൽക്കരിക്കാൻ, അധിനിവേശം നടത്താനുള്ള ശ്രമമാണ്. കുത്തക കമ്പനികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളും പൊതുസ്വത്തുക്കളും, രാഷ്ട്രത്തിന്റെ പൊതുസ്വത്തുക്കളും എല്ലാം സ്വകാര്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിലൂടെ വമ്പിച്ച നഷ്ടങ്ങളാണ് ജനങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളുടെ കൈകളിലുള്ള വിലപ്പെട്ട പെട്രോളും സ്വർണവും ഉൾപ്പെടെയുള്ള വലിയ വലിയ നിധികളെ അതെല്ലാം തന്നെ മറ്റുള്ളവർ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാമ്പത്തികമായ അധിനിവേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുകിടക്കാർക്ക് നിലനിൽപ്പില്ലാത്ത നിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കുത്തക കമ്പനികൾ എല്ലാവരെയും വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് സാംസ്കാരികമായ അധിനിവേശം എന്ന് പറയുന്നത്. ഇസ്ലാമിനെ ഈ തരത്തിലെല്ലാം നശിപ്പിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പണമുള്ളവനും ആയുധമുള്ളവനുമാണ് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയും റോൾ മോഡലുമായി മാറുന്നത്. അവരെയാണ് അനുകരിക്കുന്നത് ആളുകൾ. ആ അർത്ഥത്തിൽ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയും സൈനിക ശക്തിയുമായി മറ്റുള്ളവർ മാറിക്കൊണ്ടിരിക്കുന്നു. അവരെയാണ് അനുകരിക്കുന്നത്. ബെസ്റ്റ് ഈസ് റൈറ്റ് എന്നും ബെസ്റ്റ് എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ലൈഫ് സ്റ്റൈലുകളും അവരുടെ ജീവിത രീതികളും ഒക്കെ അനുകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് സാംസ്കാരികമായ അധിനിവേശം എന്ന് പറയുന്നത്. അതിനെ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു വലിയ ആദർശ വ്യവസ്ഥയാണ്, അള്ളാഹുവിന്റെ ദീനാണ്. അത് മനുഷ്യന്മാരുണ്ടാക്കിയതല്ല, അത് പടച്ചവനാണ് നമുക്ക് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ളത്. അത് മനുഷ്യന്റെ ഭാവി ഭൂത വർത്തമാനങ്ങളെ അറിയാത്ത, അദൃശ്യങ്ങളെ അറിയാത്ത, ഈ പ്രപഞ്ചത്തിന്റെ സാകല്യത്തെ അറിയാത്ത, മനുഷ്യ ജീവിതത്തിന്റെ പൂർണ്ണമായ സ്വഭാവങ്ങളെയും സവിശേഷതകളെയും അറിയാത്ത മനുഷ്യന്റെ തത്വശാസ്ത്രമല്ല ഇസ്ലാം. അത് മനുഷ്യനുണ്ടാക്കിയാൽ കാലം ചെല്ലുമ്പോൾ തിരുത്തേണ്ടി വരും. അതിന് ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. പക്ഷെ അള്ളാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതുപോലെ അള്ളാഹു നമുക്ക് വേണ്ടി എങ്ങനെ ജീവിക്കണം എന്ന ഒരു ആദർശ സംഹിത അവൻ തയ്യാറാക്കി ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൈമാറിയിട്ടുണ്ട്. അതാണ് ഇസ്ലാം. ആ ഇസ്ലാം അങ്ങേയറ്റം അർത്ഥപൂർണമാണ്, ആദർശ സമ്പന്നമാണ്, ആശയ സമ്പന്നമാണ്, അർത്ഥപൂർണമാണ്, മൂല്യവത്തായതാണ്. അതനുസരിച്ച് മനുഷ്യൻ ജീവിച്ചാൽ അവൻ ഏറ്റവും ഉന്നതിയിലെത്തും. ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യനായി ജീവിക്കാൻ കഴിയും. അതാണ് ഇസ്ലാം. അതിന് സൈഡ് എഫക്റ്റുകളില്ല. അത് നഷ്ടം ഉണ്ടാവില്ല, ദുനിയാവിലും ഉണ്ടാവില്ല, ആഖിറത്തിലും ഉണ്ടാവില്ല. അതിലൊരുപാട് ആയത്തുകളുണ്ട്, അതൊന്നും ഓതേണ്ട കാര്യമില്ല, സമയവുമല്ല അതിന്റെ. അപ്പോ ആ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദീനിൽ ഒരു അബദ്ധവുമില്ല. അതിനെ പഠിക്കാത്തതിന്റെ കുറവേ നമുക്കുള്ളൂ. പഠിച്ച് മനസ്സിലാക്കുക, അതിനെ ഉൾക്കൊള്ളേണ്ട വിധത്തിൽ അതിന്റെ എല്ലാവിധ തത്വശാസ്ത്രപരമായി, അതിന്റെ സൗന്ദര്യത്തിൽ,
എല്ലാം പൂർണ്ണമായി ഇതിനെ ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിച്ചാൽ നമ്മുടെ ചിന്തകളെ ഉത്തേജിപ്പിക്കും, നമ്മുടെ ചോരകളെ, നമ്മുടെ നരമ്പുകളെ ത്രസിപ്പിക്കും, നമ്മെ ചൂടുപിടിപ്പിക്കും, നമ്മെ ആവേശഭരിതരാക്കും. ഇസ്ലാം നെഞ്ചോട് ചേർത്ത് വെക്കും. ഒരു ലഹരിക്കും അതിനെ കീഴ്പ്പെടുത്താൻ പറ്റൂല. ഇസ്ലാം ലഹരിയായി മാറും. സഹാബാക്കൾക്ക് ഇസ്ലാം ലഹരിയായി മാറി. ആ അർത്ഥത്തിൽ നമുക്ക് മാറണം. പക്ഷെ ആ ഇസ്ലാമിനെ നശിപ്പിക്കാൻ, അതിനെ അപകടപ്പെടുത്താൻ, ഇല്ലായ്മ ചെയ്യാൻ ആശയപരമായി ലോകത്താർക്കും കഴിയില്ല. അത് സത്യവും. ഇത് അവകാശവാദമൊന്നുമല്ലല്ലോ. പഠിച്ചു നോക്കി, നിങ്ങൾ വസ്തുതാപരമായി പഠിച്ചു നോക്കി. ഇസ്ലാമിന്റെ ഏത് ആദർശത്തോടാണ് ഇവിടുത്തെ ഏകദൈവ സങ്കല്പം? ഈ പ്രപഞ്ചത്തിൽ ഒരു പടച്ചവനുണ്ടെന്നും ഇല്ലെന്നുമുള്ള വാദങ്ങൾ വെച്ചിട്ട് ഇസ്ലാം മുമ്പോട്ട് വയ്ക്കുന്ന യുക്തിബന്ധുരമായ വാദങ്ങൾ ബുദ്ധിയുള്ളവർക്ക് മുമ്പിൽ, പ്രതിഭാശാലികൾക്ക് മുമ്പിൽ സമർത്ഥിക്കാൻ ഇസ്ലാമിക പണ്ഡിതന്മാർക്കും പ്രബോധകന്മാർക്കുമാണ് സാധിക്കുക. ദൈവമില്ലെന്ന് പറഞ്ഞു പോകുന്നവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് അർത്ഥശൂന്യമായ അവസ്ഥകൾ, അത് ചിന്തിക്കുമ്പോൾ ഒരു ദൈവവിശ്വാസിയായ, ഏകദൈവ വിശ്വാസിയായ മുസ്ലിം അവൻ പരകോടിയിലാണ്, അഭിമാനത്തിന്റെ പരകോടിയിലാണ്. സഹോദരന്മാരെ, ഏകദൈവ വിശ്വാസം ബഹുദൈവ വിശ്വാസം തമ്മിൽ ഒന്ന് മുട്ടിച്ചു നോക്കൂ. ഏകദൈവ വിശ്വാസം എത്ര മഹത്തരമാണ്. പ്രപഞ്ചാധിപനായ പടച്ച തമ്പുരാനാണ് സൃഷ്ടി, സ്ഥിതി, സംഹാര കർത്താവ് എന്ന ചിന്ത. ആ ഇസ്ലാമിന്റെ സമത്വം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരിലുള്ള ആ സമത്വ സങ്കല്പം, ഇസ്ലാമിന്റെ നീതി, ഇസ്ലാമിന്റെ സാഹോദര്യം, ഇസ്ലാമിന്റെ ക്ഷേമ രാഷ്ട്ര സങ്കല്പം, ഇസ്ലാമിന്റെ സാമ്പത്തിക സിദ്ധാന്തം, ഇസ്ലാമിന്റെ കുടുംബ നിയമം, ഇസ്ലാമിന്റെ അനന്തരാവകാശ ദായക്രമം, ഇസ്ലാമിന്റെ സ്വഭാവങ്ങൾ, സംസ്കാരങ്ങൾ, മനുഷ്യ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട സ്വഭാവ ഗുണങ്ങൾ, കൈയൊഴിയേണ്ട ദുസ്വഭാവങ്ങൾ, മാതാപിതാക്കളോടുള്ള പെരുമാറ്റം, മനുഷ്യരോടുള്ള അവകാശങ്ങൾ, ബാധ്യതകൾ എല്ലാം എടുത്ത് പരിശോധിച്ചു നോക്കി. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒരു മനുഷ്യൻ ജീവിച്ചാൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അർത്ഥമുള്ള ഒരു ജീവിതമാണ് ഉണ്ടാവുക. ഇതിനെ തകർക്കാൻ ഇവിടത്തെ കമ്മ്യൂണിസത്തിന് പറ്റുമോ? ക്യാപിറ്റലിസത്തിന് പറ്റുമോ? സയനിസത്തിന് പറ്റുമോ? ഫാഷിസത്തിന് പറ്റുമോ? ക്രിസ്ത്യാനിറ്റിക്ക് പറ്റുമോ? ഹിന്ദുയിസത്തിന് പറ്റുമോ? ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിന് സാധിക്കുമോ? മനുഷ്യനിർമ്മിതമായി, മനുഷ്യരുടെ മോചനത്തിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഐഡിയോളജിക്കലായി ഏതെങ്കിലും സയന്റിഫിക് തിയറികളുമായിട്ട് വന്നിട്ടുള്ള ആർക്കെങ്കിലും ഇസ്ലാമിന്റെ ഈ സമഗ്രവും സമ്പൂർണവുമായ ജീവിത പദ്ധതിയെ പരകരം വെക്കാൻ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ സാധിക്കുമോ? പറ്റൂല. പിന്നെ ഇതിനെ തകർക്കാനുള്ള വഴി എന്താ? സൈനികമായി തകർക്കുക, സാമ്പത്തികമായി ഉപരോധിക്കുക, സാമ്പത്തികമായ അധിനിവേശങ്ങൾ ഉണ്ടാക്കുക, സാംസ്കാരികമായ അധിനിവേശങ്ങൾ ഉണ്ടാക്കുക. ലോകത്തെ ഇസ്ലാമിനെ തകർക്കാനുള്ള ശ്രമം, ലഹരിയും അതുപോലെ കള്ള്, വൈൻ വാർ വിമൺ, ഇതാണ് പണ്ടും അറേബ്യയിൽ നടന്നിട്ടുള്ള ഇസ്ലാമിനെതിരെയുള്ള ആക്രമണത്തിന്റെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ. മദ്യം, ലഹരി, പെണ്ണുങ്ങളുടെ അഴിഞ്ഞാട്ടം, അതേപോലെ യുദ്ധം, വ്യർത്ഥമായ യുദ്ധങ്ങൾ. അതിന്റെ മുമ്പിൽ ഇസ്ലാമിന് ധാർമ്മികതയുടെ പക്ഷം ചേർന്നുകൊണ്ട് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടത്തുക എന്നതിലപ്പുറം മറ്റുള്ളവരെ പോലെ അഹങ്കാരം, മനുഷ്യരെ വംശീയമായി ഉന്മൂലനം ചെയ്യുക, രക്തപങ്കിലമായ കലാപങ്ങൾ ഉണ്ടാക്കുക, മനുഷ്യദ്രോഹങ്ങൾ വിതയ്ക്കുക ഇസ്ലാമിന്റെ ചര്യയല്ല. ഇസ്ലാം ലോകത്ത് മുമ്പോട്ട് പോകുന്ന ഒരു വലിയ മനുഷ്യ വിമോചന പദ്ധതിയുമായി ജൈത്രയാത്ര നടത്തി ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതതിന്റെ ദൗത്യം പൂർത്തിയാക്കുമ്പോഴേക്കും യൂറോപ്പ്, അമേരിക്ക, പാശ്ചാത്യ നാടുകൾ ഇസ്ലാമിന്റെ കാൽ കീഴിൽ വന്നിരിക്കും. ഇൻഷാ അല്ലാഹ് അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതോടൊപ്പം വേറെ കുറെ ആളുകൾ, ചണ്ടികൾ, ഇസ്ലാമിനെ തിരിയാത്ത ചണ്ടികൾ, അവർ സ്വാഭാവികമായും പുറത്തു പോയിക്കൊണ്ടിരിക്കും. ഈ കഅബയ്ക്ക് ചുറ്റും ഇങ്ങനെ തവാഫ് നടക്കുന്നുണ്ടല്ലോ, നല്ല മനുഷ്യർ വന്നു ചേർന്നുകൊണ്ടിരിക്കും. ഇതേപോലെ ലോകത്തിങ്ങനെ ഇസ്ലാം അതിൻ്റെതായ ഒരു ചാക്രികത നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിലേക്ക് ഇങ്ങനെ വരുന്നു, കുറെ ആളുകൾ പുറത്തു പോകുന്നു, പുറത്തു നിന്ന് കുറെ ആളുകൾ വരുന്നു, അകത്തുള്ള കുറെ ചണ്ടികൾ പുറത്തു പോകുന്നു, നല്ലത് അകത്തേക്ക് വരുന്നു. ഇങ്ങനെ ഒരു റൊട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, ആ ഇസ്ലാമിനെ തകർക്കാൻ
ഇതിനെ സാംസ്കാരികമായി നശിപ്പിക്കാൻ ലഹരി, മയക്കുമരുന്ന്, അതേപോലെ തന്നെയാണ് പിന്നെ ഇസ്ലാമിനെതിരെ ഇസ്ലാം യുദ്ധത്തിന്റെ മതമാണ് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിനെ യുദ്ധം ചെയ്ത് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, അക്രമങ്ങൾ അഴിച്ചുവിടാനുള്ള ശ്രമങ്ങൾ, അതോടൊപ്പം തന്നെ സാംസ്കാരികമായി നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, നവലിബറൽ ചിന്താഗതികൾ അതിൻ്റെതായ ലക്ഷ്യത്തോടെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓറിയന്റലിസം പണ്ട് നടത്തിക്കൊണ്ടിരുന്ന വിമർശനങ്ങളുടെ ആവർത്തനം മാത്രമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാം വിമർശനങ്ങൾ. പണ്ട് നമ്മൾ കേട്ട് പഴകിയ ആരോപണങ്ങളല്ലാതെ ഇവിടുത്തെ നിരീശ്വരവാദികൾ എന്ന് പറയുന്ന യുക്തിശൂന്യരായ ആളുകൾക്ക് ഒന്നും ഇസ്ലാമിനെതിരെ പുതുതായി പറയാനില്ല. 1000 വട്ടം മറുപടി കൊടുക്കപ്പെട്ട് കഴിഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, ഇപ്പോ നവലിബറലിസത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പള്ളിക്കൂടങ്ങളിൽ, സ്കൂളുകളിലെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കേരള സർക്കാർ ഇപ്പോ ഒരു സൂംബ ഡാൻസ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. പറയുന്ന ന്യായം എന്താണ്? ഇതിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യാൻ, അതിനെ നിശിതമായി വിലയിരുത്താൻ നമുക്ക് കഴിയണം. ഇതിന്റെ ഒക്കെ പിന്നിലെന്താ? അപ്പൊ ഇസ്ലാം എന്ന് പറയുന്നത് ആസ്വാദനത്തിനെതിരാണോ? ഇസ്ലാം എന്ന് പറയുന്നത് ആസ്വാദനത്തിനെതിരാണ്, നൃത്തത്തിനെതിരാണ്, കലയ്ക്കെതിരാണ്. അത് കൊലപാതകത്തിന്റെ മതമാണ്, അത് സ്ത്രീ വിരോധികളുടെ മതമാണ്, അത് അങ്ങേയറ്റം മോശത്തരമാണ്, സ്ത്രീകളെ കണ്ടുകൂടാ, പാപമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുപ്രചാരണങ്ങൾ നടത്തി ഇസ്ലാം എന്ന അർത്ഥത്തിൽ അഡ്രസ് ചെയ്തുകൊണ്ട് സംവദിക്കാൻ ലോകത്താർക്കും കഴിയില്ല. ശരി, ഇസ്ലാമിന്റെ സ്ത്രീ സങ്കല്പം എടുത്തു നോക്കി, ഇസ്ലാമിലെ കലയോടുള്ള സമീപനം എടുത്തു നോക്കി, ഇസ്ലാമിലെ വിദ്യാഭ്യാസത്തോടുള്ള സമീപനം എടുത്തു നോക്കി, അങ്ങനെ ഒന്ന് മുട്ടി നോക്കാമോ? അതിനൊന്നും നിൽക്കൂല. പക്ഷേ ഇവിടെ സൂംബ ഡാൻസ് കൊണ്ടുവന്ന് പ്രായപൂർത്തിയെത്തിയ ആൺമക്കളും പെൺമക്കളും അവരൊക്കെ തന്നെ അല്പവസ്ത്രധാരികളായി, അതല്ലെങ്കിൽ ഇറുകിപ്പിടിച്ച വസ്ത്രങ്ങളും ധരിച്ചിട്ട് നമ്മുടെ കലാലയങ്ങളിൽ, നമ്മുടെ സ്കൂളുകളിൽ ഡാൻസ് ചെയ്യുകയാണ്. നമ്മുടെ തട്ടമിട്ട പർദ്ദയിട്ട ക്ലാസ് അധ്യാപികമാരും അതൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് ആടി തിമർക്കുകയാണ്. പാവങ്ങൾ, പച്ചരി പ്രശ്നമല്ലേ? അവരും ആടിക്കൊടുക്കുകയാണ്, കുട്ടികൾ കൂട്ടത്തിൽ ആടുകയാണ്. എന്താ ഈ സാറന്മാരെ പണി? സാറന്മാർക്ക് ഇതെന്ന് പറഞ്ഞൂടെ ഡാൻസ് ചെയ്യാൻ? ഈ പെണ്ണുങ്ങളെ കൊണ്ടാണല്ലോ ഇത് ചെയ്യിപ്പിക്കുന്നത്. നേരെ മറുവശത്ത് അതേപോലെ തന്നെ ഈ കുട്ടികൾ, കൊച്ചു മക്കൾ ഇറന്നിട്ട് എന്തെങ്കിലും കളിക്കുന്ന ആയിക്കോട്ടെ, പക്ഷെ ഇതല്ല. ഇവർ പറയുന്നത് എന്താണ്? ഇതിന് ഒരു വിദ്യാഭ്യാസത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി സ്കൂളുകളിലേക്ക് ഒരു സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആവശ്യമായ ആമുഖ ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ? വസ്തുതാന്വേഷണ പരിശോധനകൾ നടത്തിയിട്ടുണ്ടോ? ഇത് വേണമോ? കുട്ടികളുടെ വ്യായാമത്തിനും ലഹരി ഉപയോഗത്തിൽ നിന്നും അകറ്റി നിർത്താനും ഇത് സഹായകമാണോ? ഇതാണല്ലോ വാദം. ഇത് ബാധിക്കുന്നത് എന്താണ്? കുട്ടികൾക്ക് അവിടെ സ്ട്രെസ് അനുഭവപ്പെടുന്നു. മനസ്സംഘർഷങ്ങൾ ഇല്ലാതാക്കാൻ കുട്ടികൾക്ക് എന്ത് വേണം? കുട്ടികൾക്ക് അവിടെ ആസ്വാദനം ഉണ്ടാകണം. അപ്പോൾ ശാരീരികമായ പിന്നെ വ്യായാമ മുറകൾ അഭ്യസിപ്പിക്കണം. ശരിയാണ്. കുട്ടികൾ എവിടെയാണ് സ്ട്രെസ് അനുഭവിക്കുന്നത്? 4-5 മണിക്കൂർ സ്കൂളിൽ പോയിരുന്ന് പഠിച്ച് ആസ്വാദ്യകരമായി, പഴയ കാലത്തെ പോലെയല്ല, വളരെ സന്തോഷകരമായി കുട്ടികൾ പഠിച്ച് ആവേശത്തോടെ വരുന്നു. ആരും കരഞ്ഞു വിളിച്ചോല്ല സ്കൂളിലേക്ക് പോകുന്നു. അവിടെ ഒരു ഒന്നും ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും അധ്യാപകര് അവരുടെ അപരിഷ്കൃതമായ പഠന രീതി അതനുസരിച്ച് കുട്ടികളെ പീഡിപ്പിച്ചാലല്ലാതെ അവിടെ ഒരു സ്ട്രെസ്സും അനുഭവിക്കേണ്ട അവസ്ഥ വരുന്നില്ല. പിന്നെന്തിനാണ് ഇതിപ്പോ ഓടുന്നത്? ഇനി PT അധ്യാപകന്മാർക്ക് എന്താ ജോലി? അവർക്ക് അവിടെ എന്തുകൊണ്ട് ഈ കുട്ടികളെ കൊണ്ട് ആവശ്യമായ വ്യായാമ മുറകൾ ചെയ്യിപ്പിക്കുന്നില്ല? അവർക്ക് കളികൾ, സ്പോർട്സ് വെച്ചു കൊടുത്തുകൊണ്ട് എന്തുകൊണ്ട് കുട്ടികളെ ആനന്ദിപ്പിക്കുന്നില്ല? പണ്ടുണ്ടായിരുന്നല്ലോ വോളിബോളും കബഡിയും തുടങ്ങി കോക്കോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കളികൾ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ എന്തുകൊണ്ട് സ്കൂളുകളിൽ ഇപ്പൊ ഉണ്ടാവുന്നില്ല? അതൊക്കെ അല്ലേ ശരിക്കും ഒരു സാംസ്കാരികമായ കലകൾ എന്ന് പറയുന്നത്, കലാകായിക വിനോദങ്ങൾ എന്ന് പറയുന്നത്? അതിനപ്പുറത്തേക്ക് പോവുകയല്ലേ ഇപ്പൊ ചെയ്തിട്ടുള്ളത്? നിങ്ങൾ നോക്കൂ. ഇനി ഇത് വെച്ചിട്ട് ലഹരി ഉപയോഗം ഇല്ലാതാക്കാം എന്ന് പറയുന്നതിന് എന്തെങ്കിലും ശാസ്ത്രീയമായ എന്തെങ്കിലും പഠനങ്ങളുണ്ടോ? അതേസമയം നമ്മൾ കാണുന്നത് വെള്ളം അടിച്ചവൻ അവൻ ഡാൻസ് ചെയ്യുന്നു. ജീവിതത്തിൽ ഒരിക്കലും നൃത്തം ചെയ്യാത്തവൻ ബാറിൽ പോയിട്ട് വെള്ളം അടിച്ച് അങ്ങാടിയിൽ നിന്ന് പരസ്യമായി നൃത്തം ചെയ്യുന്നു. അവൻ ആടുന്നു, പാടുന്നു, തുള്ളുന്നു. വസ്തുതാന്വേഷണങ്ങൾ പഠിച്ചു നോക്കിയാലും
ഈ ലഹരിയും ഡാൻസും തമ്മിൽ അഭേദ്യമായ ബന്ധവുമുണ്ട്. അപ്പൊ പിന്നെ എന്തിനാണ് അതിന്റെ പേരിൽ ഇത് കൊണ്ടുവരുന്നത്? സഹോദരന്മാരെ, അപ്പൊ ഇത് അതിന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ട്. നമ്മുടെ സ്കൂളുകളിൽ ഈ കുട്ടികളെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ചെയ്യിപ്പിക്കും. ഇത് ഇസ്ലാമിനെ പോലെയുള്ള ലൈംഗിക സദാചാര സങ്കല്പങ്ങൾ മുറുകെ പിടിക്കുന്ന സ്ത്രീ പുരുഷ സങ്കലനങ്ങളിലൂടെ അധാർമികമായ ജീവിതത്തിലേക്ക്, അരാജകമായ ജീവിതത്തിലേക്ക് പോകാതിരിക്കാനുള്ള മനുഷ്യർ തമ്മിലുള്ള പെരുമാറ്റത്തിന്റെ സാമൂഹ്യ മര്യാദകൾ ഇസ്ലാം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതിനെ തകർക്കണം. അതിനിടത്തെ നവലിബറൽ ചിന്താഗതികൾ കൊണ്ടുവരണം. ഈ സർക്കാർ ഇതിനു മുമ്പും നമ്മുടെ സ്കൂളുകളിൽ പാഠ്യപദ്ധതി പരിഷ്കാരത്തിന്റെ പേരിൽ ജെൻഡർ ന്യൂട്രാലിറ്റി പൊളിറ്റിക്സ് എന്ന പേരിൽ ഒരു സാധനം കൊണ്ടുവന്നു. അന്നൊന്നും ആർക്കും മനസ്സിലായില്ല. പഠനത്തിന് വേണ്ടി വിട്ടുകൊടുത്തു. എന്താ സംഭവം? അത് വലിയ വിഷയമാണല്ലോ, അതൊന്നും ഇപ്പൊ ചർച്ച ചെയ്യാൻ പറ്റൂല. പക്ഷെ ആ സാധനം കൊണ്ടുവരുന്നത് ആണും ആണും തമ്മിൽ, പെണ്ണും പെണ്ണും തമ്മിൽ ലൈംഗികത ആവാം. അതേപോലെ തന്നെ പെണ്ണും ആണും തമ്മിൽ സ്വതന്ത്രമായി ഇഴുകിച്ചേരണം. അതെന്താണ്? ജെൻഡർ ക്ലബുകൾ സ്കൂളിൽ കൊണ്ടുവരണം. ജെൻഡർ ടോയ്ലറ്റുകൾ, എല്ലാവർക്കും ഒരേപോലത്തെ ടോയ്ലറ്റ്, വേറെ വേറെ ഇല്ല. അവരൊക്കെ ഇടകലർന്നിരിക്കണം. പരസ്പരം അവരുടെ പിന്നെന്താണ് ലൈംഗിക ചോദനകൾ പരസ്പരം പങ്കുവെക്കണം. അങ്ങനെ അറിഞ്ഞു പോകണം. ജെൻഡർ എന്ന് പറയുന്നത് അവർക്ക് പ്രായപൂർത്തി എത്തിയതിനു ശേഷം അവരുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥകളൊക്കെ പരിശോധിച്ചിട്ട് തീരുമാനത്തിലെത്താണോ ഞാൻ ആണാണോ പെണ്ണാണോ എന്നൊക്കെ പിന്നീടാണ് തീരുമാനിക്കാനുള്ളത് എന്നൊക്കെയുള്ള തത്വശാസ്ത്രപരമായ വൈകൃതങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഈ സർക്കാർ. അതിന്റെ ഭാഗമായിട്ട് ആ ഒരു പൊളിറ്റിക്സിന് ഹരം പകരാനും ഉത്തേജിപ്പിക്കാനും അതിനെ ജനകീയമാക്കാനും വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു കുതന്ത്രമാണ് ഈ എന്താണ് സൂംബ ഡാൻസ്. അത് ചർച്ച ചെയ്യുമ്പോൾ ഉടനെ തന്നെ ഇസ്ലാമിക പണ്ഡിതന്മാരും സംഘടനാ നേതാക്കളും ഒക്കെ പറഞ്ഞപ്പോ ഇവര് തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും അത് സാംബ ഡാൻസ് ആണെന്ന് വിചാരിച്ചിട്ടായിരിക്കും. സാംബ എന്ന് പറഞ്ഞാൽ എന്താ? അത് പിന്നെ ഇത്രയും വസ്ത്രം ഉണ്ടാവില്ല. അപ്പൊ അത് തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും. അതാണെങ്കിൽ ഇവർക്ക് പ്രശ്നമാണോ? അതും അവർക്ക് പ്രശ്നമല്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഒരു തരം കളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, ഇവിടെ നമ്മുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകളെ ഒരു ഉപഭോഗ വസ്തുവായിട്ട് കാണുന്നില്ല. ഈ ഡാൻസ് ആകർഷകമാകുന്നത് എന്തുകൊണ്ടാണ്? ശരീരത്തിന്റെ ചില ലൈംഗികാവയവങ്ങളെ പ്രത്യേകിച്ച് പ്രൊജക്ട് ചെയ്ത് പ്രത്യേക സ്റ്റൈലിൽ അതിനെ ചലിപ്പിക്കുമ്പോഴാണ് ഇത് ഡാൻസ് ആവുന്നത്, അല്ലേ? അപ്പോഴാണ് ഇത് ആകർഷകമാകുന്നത്. സ്ത്രീ ശരീരത്തിന്റെ നിമ്നോന്നതികൾ അല്ലെങ്കിൽ അതിന്റെ ലൈംഗികാവയവങ്ങളെ പ്രത്യേകിച്ച് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന അവയവങ്ങളെ പ്രത്യേക തരത്തിൽ ചലിപ്പിച്ച് അതിനെ ഡാൻസ് ചെയ്യുമ്പോഴാണ് അത് ആകർഷകമാകുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അല്ലെങ്കിൽ അത് ഡ്രൈ ആയിരിക്കും, ഒരു വരണ്ട കലയായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതങ്ങനെ ചെയ്തിട്ട് ആളുകളെ ആകർഷിപ്പിക്കുകയാണ്. കുട്ടികൾക്ക് ആടാനും പാടാനും രസിക്കാനും അവർക്ക് സ്വതന്ത്രമായി ഇടപഴകാനും ഇടകലരാനും ഇഴുകിച്ചേരാനുമുള്ള ഒരു സംഭവമാണ് ഇത്. അപ്പൊ ഇത് സാർവത്രികമാവണം. പൊതുനിരത്തിലും കല്യാണത്തിലും എവിടെയും അറപ്പില്ലാതെ ഡാൻസ് ചെയ്യാൻ ഉളുപ്പില്ലാതെ ഒരു സമൂഹം ഉണ്ടാവണം. പർദ്ദയൊന്നും അല്ലെങ്കിൽ ഇസ്ലാമിക വസ്ത്രധാരണമെന്നും ഒക്കെ പറഞ്ഞ് വെച്ചോണ്ടിരിക്കാതെ അതൊന്നും മറച്ചു വെക്കാനുള്ളതല്ല. പുരുഷ കേന്ദ്രീകൃതമായ ചില സംസ്കാരമാണ് ഇവിടെ അടിച്ചേൽപ്പിക്കുന്നത്. ഇതും അവരാരും മനസ്സിലാക്കുന്നില്ല. അപ്പൊ സഹോദരന്മാർ, ഇതിനെ കുറിച്ച് ധാരാളം പറയാനുണ്ട്. പരിശുദ്ധ ഇസ്ലാം പറഞ്ഞ എന്താ? ഒരു അന്യ പുരുഷൻ ഒരു പുരുഷൻ അന്യ സ്ത്രീയെ കാണുന്നത്, അത് അവരുടെ നഗ്നതയിലേക്ക് നോക്കുന്നത് പാപമാണ്, ഹറാമാണ്. അങ്ങനെ നോക്കിയപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ സംഭവിക്കുമെന്ന് ശാസ്ത്രീയമായ പഠനങ്ങൾ കാണിച്ചു തരുന്നു. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ തലച്ചോറിലുള്ള പ്രത്യേക പാർട്സുകൾക്ക് ഉത്തേജനം ഉണ്ടാകുന്നു. അത് ശരീരത്തിൽ രാസമാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ശരീരത്തിന്റെ അവസ്ഥകളിൽ മാറ്റം ഉണ്ടാക്കുന്നു. ആളുകൾക്ക് അവരോട് ആകർഷണം തോന്നുന്നു. സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇതൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയുന്ന ഒരുപാട് സമയമെടുത്ത് ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സഹോദരന്മാരെ. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ മക്കള് വളർന്നു വരുമ്പോ ഉപ്പമാരൊക്കെ പറയും, എന്താ ഇപ്പൊ ഇസ്ലാം ഒരു തരം പിന്തിരിപ്പന്മാരുടെ മതമായിട്ട് മാറാൻ പാടുണ്ടോ? നമ്മുടെ കുട്ടികൾ ഡാൻസ് ചെയ്യട്ടെ, അതിനിപ്പോ എന്താ? ഒരു കുഴപ്പമില്ലെന്നേ.
സഹോദര, നിന്റെ റബ്ബ് ഹറാമാക്കിയിട്ടുണ്ട്. ഏത്? ഡാൻസിനെയല്ല. ഡാൻസ് നിങ്ങൾ ചെയ്തോ? എവിടെ? നിങ്ങളെ വീട്ടിൽ ചെയ്തോ? അല്ലെങ്കിൽ ഡാൻസ് നിങ്ങള് ഭാര്യയും ഭർത്താവും കൂടെ അവർക്ക് തമ്മിൽ ആസ്വദിക്കാൻ ചെയ്തോ? നിങ്ങൾ സ്വകാര്യമായി സ്ത്രീകൾ ചെയ്തോ? പക്ഷേ ഡാൻസ് പൊതുനിരത്തിൽ പുരുഷന് പഴയ കാലത്തെ ആ വരേണ്യ തമ്പുരാക്കന്മാരുടെ സ്ത്രീ ശരീരത്തെ ഭോഗവസ്തുവായി കണ്ടുകൊണ്ടുള്ള ആ അനധികൃതമായ ആസ്വാദനങ്ങളായി മാറരുത്. നമ്മുടെ കുട്ടികളെ അങ്ങനെ വിട്ടുകൊടുക്കാനുള്ളവരല്ല. ഇസ്ലാം ഒരു സ്ത്രീ ശരീരത്തെ അല്ല മാനിക്കുന്നത്, സ്ത്രീയുടെ വ്യക്തിത്വത്തെയാണ് മാനിക്കുന്നത്. ഒരു സ്ത്രീയെ നോക്കുമ്പോൾ അവരോട് ബഹുമാനവും ആദരവും സ്നേഹവും ഉണ്ടാവണമെങ്കിൽ അത് ഭോഗക്കാഴ്ചക്ക് ഇടമില്ലാത്ത വിധത്തിൽ അവരുടെ വസ്ത്രവിധാനം മാന്യമായിരിക്കണം. അവരോടുള്ള പെരുമാറ്റം ബഹുമാനത്തോടെ സ്നേഹത്തോടെയും ആകണമെങ്കിൽ, അത് അർത്ഥമുള്ളതാകണമെങ്കിൽ അവർ വേറെ ഒരു സിഗ്നൽ ഇങ്ങോട്ട് തരാതിരിക്കണം. ഒരു സ്ത്രീയെ നോക്കുമ്പോൾ മറ്റൊരു സിഗ്നൽ ഇങ്ങോട്ട് കിട്ടിയാൽ അതിലേക്ക് പുരുഷന്റെ ശ്രദ്ധ പോവും. ആ സിഗ്നൽ വരാതിരിക്കാൻ അത് മറച്ചു വെച്ചുകൊണ്ട് അവരുടെ സംഭാഷണം, അവരുടെ അഭിപ്രായം, അവരുടെ നിലപാട്, അവരുടെ ഇടപെടലുകൾ, അവരുടെ ഇടപാട് അത് വിലമതിക്കണം. വിദ്യാഭ്യാസ മേഖലയിലും തൊഴിലിടത്തിലും ജോലിസ്ഥലത്തും ബാക്കിയുള്ള പൊതുമേഖലയിലും എല്ലാം സ്ത്രീകൾ ആദരിക്കപ്പെടുകയും സുരക്ഷിതത്വം ഉണ്ടാവുകയും ചെയ്യണമെങ്കിൽ അവർക്ക് തീർച്ചയായും അങ്ങനെ മാന്യമായ വസ്ത്രവിധാനങ്ങളും ജീവിത ശൈലികളും ഉണ്ടായി തീർന്നേ പറ്റുകയുള്ളൂ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒറ്റ ആയത്ത് സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. യാ അയ്യുഹൻ നബിയു, ഏ നബിയെ, കുല്ലി അസ്വാജിക, നിങ്ങളുടെ ഇണകളോട്, വബനാതിക, പെൺമക്കളോട്, വനിസാഇൽ മുഅ്മിനീന, സത്യവിശ്വാസികളുടെ പെണ്ണുങ്ങളോടൊക്കെ പറയണം, യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, നിങ്ങളുടെ ശിരോവസ്ത്രങ്ങൾ താഴ്ത്തിയിടാൻ. ദാലിക അദ്ന അൻ യുഅറഫ്ന, എന്തിനാണത്? അവർ സ്വതന്ത്രകളാണെന്ന് അറിയപ്പെടാൻ വേണ്ടിയാ. സ്വതന്ത്രകളാണെന്ന് അറിയപ്പെടാൻ വേണ്ടിയാണ്. എന്ത് അറിയപ്പെടാൻ? സ്വതന്ത്രകളാണെന്ന്. ആരുടെ അടിമയല്ല. ലിബറലിസത്തിന്റെയും ഭരണകൂടത്തിന്റെയും ഒരു ആണിന്റെ ആൺകോയ്മയുടെയും അടിമയല്ല ഞാൻ സ്വതന്ത്രയാണ് എന്നറിയാൻ വേണ്ടിയാ. പീഡിപ്പിക്കപ്പെടാതിരിക്കാനുമാണ്. വകാനല്ലാഹു ഗഫൂറർ റഹീമ, പടച്ചോ എല്ലാം പൊറുക്കുന്നവനും കരുണയുള്ളവൻ. സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മുടെ പെണ്ണുങ്ങൾ സ്വതന്ത്രരാണ് എന്ന അടയാളമാണ്, അടിമത്തത്തിന്റെ അടയാളമല്ല, സ്വാതന്ത്ര്യത്തിന്റെ അടയാളമാണ് പൂർണ്ണ വസ്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൽ അഭിമാനിക്കാൻ പെണ്ണുങ്ങളെ നമ്മൾ ശീലിപ്പിക്കണം, മക്കളെ പരിശീലിപ്പിക്കണം. നമ്മുടെ ആദർശപരമായ ഒരു തനിമയും ഒരു അസ്തിത്വവും ഒക്കെ നമുക്കുണ്ട്. അത് കാത്തു സൂക്ഷിച്ചിട്ട് അന്തസ്സായിട്ട് പെൺകുട്ടികളായി സ്കൂളിൽ പോട്ടെ, കലാലയങ്ങളിൽ പോകട്ടെ. നമ്മുടെ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നത്. ജനാധിപത്യ രാജ്യമാണ്, എല്ലാവർക്കും അവകാശമുണ്ട്. ഒരു അധ്യാപകൻ പറ്റൂല എന്ന് പറയുമ്പോൾ അയാളെ പിരിച്ചുവിട്ടു. തെമ്മാടിത്തോണത് ചെയ്യാൻ പാടില്ല. ഇത് ജനാധിപത്യ രാജ്യമാണ്, ഫാഷിസമല്ലല്ലോ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തില് എല്ലാവർക്കും അവരുടേതായ ആദർശവും സംസ്കാരവും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാനാത്വത്തിൽ ഏകത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു പൂന്തോപ്പിലെ പൂക്കളെ പോലെ ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്നും അടിച്ചേൽപ്പിക്കാൻ ഒരു ഭരണകൂടത്തിനും ഒരു അവകാശമില്ല. അത് തോന്നിയ അവസാനം തെമ്മാടിത്തമാണ്, ചെയ്യാൻ പാടില്ല ഏത് ഭരണകൂടം ചെയ്താലും. ഇസ്ലാമിന് അതിൻ്റെതായ ആദർശവും സംസ്കാരവും ഉണ്ട്. പൊതുവിടത്തിൽ അതിന് ഇടമുണ്ടാകണം. അത് മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ നമ്മൾ ആദർശ പ്രതിബദ്ധതയുള്ളവരാകണം. ആൺകുട്ടികളായി ജീവിക്കണം. ആരുടെ മുമ്പിലും കാൽക്കലും കൊണ്ടുപോയി ആദർശവും സംസ്കാരവും അടിയറ വെക്കാതിരിക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ